ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വൈകിട്ടാണ് പോകണത്. അപ്പോൾ ഗ്രീഷ്മയുടെ 7ാം മാസം കഴിഞ്ഞിട്ട് 8 സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി തീർക്കൂട്ടാ. അപ്പോൾ അച്ഛൻ്റെ ധർമ്മദൈവം കൂടിയാണ് കേട്ടോ നമ്മുടെ ചാമുണ്ടിക്കാവിലമ്മ. അപ്പോൾ നമ്മൾ ചമ്മണിക്കാവ് എന്നൊക്കെയാണ് പറയുക, പക്ഷേ അമ്പലത്തിൻ്റെ പേര് പറയുന്നത് ചാമുണ്ടിക്കാവ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തൃത്താല അടുത്ത് ആലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോണത്, ബൈക്കിലാണ് കേട്ടോ പോണത്. അച്ഛൻ ബൈക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അങ്ങനെ അതാ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചടങ്ങും കൂടിയും ചെയ്യാനുണ്ട് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അതിനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോണത്. പിന്നെ നമുക്ക് തൊഴിലും വേണമല്ലോ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ധർമ്മദൈവമാണെന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വൈകിട്ടാകുമ്പോഴാണ് എല്ലാവരും ഫ്രീ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇരുന്ന കാരണം ഗ്രീഷ്മയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് കുറേ മുന്നേ വരുന്ന ടൈമിൽ റോഡൊക്കെ നല്ല മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബൈക്കിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മോശം റോഡാകുമ്പോൾ ഒന്ന് ഇറങ്ങി നടക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായതുകൊണ്ടാണ് നമ്മൾ ബൈക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ. ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ 7ാം മാസത്തിൽ ഇവിടെ വന്നിട്ട് അരി ഇടുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ഇവിടെ. അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എനിക്കിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 തേങ്ങയും അതുപോലെ തന്നെ ഉണങ്ങല്ലരി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അത്രയും സാധനങ്ങളാട്ടോ വേണ്ടുള്ളൂ. പിന്നെ ചന്ദനത്തിരി, എണ്ണ, തിരിയൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അവിടെ വന്നപ്പോൾ മിഠായും വേണം, അപ്പോൾ അവന് മിഠായും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് വെറ്റില അടയ്ക്കുകയും വേണം, അത് ആ കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തൊട്ടപ്പുറത്തുള്ള കടയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്തൊന്നും കടയില്ല, കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ആ മെല്ലെ ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, അവിടെ വൈശാഖമേള സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ജൂലൈ 16-ാം തീയതി മുതലോ അങ്ങനെ എന്നോ 15-ാം തീയതി മുതലോ അങ്ങനെ എന്നോ ആണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് 17-ാം തീയതി ആയല്ലോ, 17-ാം തീയതി 18-ാം തീയതി ഒക്കെ ആയല്ലോ. അപ്പോൾ അതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഞാനൊരു 4-5 ദിവസം മുന്നേ എടുത്തതാണ്. ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അമ്മ ഒരുപാട് ഷീറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് വന്ന ടൈമിലൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടും കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ അമ്മ അതാ വഴിപാട് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈം ആയ കാരണം തിരക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. അല്ലെങ്കിലും ഞങ്ങൾ വരുമ്പോൾ കൂടുതൽ ഈ ഒരു ടൈമിൽ തന്നെ വരാറ്. പിന്നെ ഈ ഒരു ടൈമിൽ വരുമ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും കാണാറുമില്ല. ഫേമസ് ആയിട്ട് ഇവിടുത്തെ പൂരം എന്ന് പറയുന്നത് ഫേമസ് ആണ് ആ ഒരു ടൈമിലും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വൈശാഖ മഹോത്സവം നടക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യും തോന്നുന്നു. അപ്പോൾ അതിനായിട്ട് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ് കേട്ടോ ഈ ഗർഭിണികൾ 7ാം മാസത്തിൽ വന്നിട്ട് ഇവിടെ അരി ഇടുക എന്നുള്ളൊരു ചടങ്ങ്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും അറിയില്ല, എന്നാലും എനിക്ക് അറിയണ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് ചെയ്യണത് എന്നാണ് കേട്ടോ പറയണത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദുർഗാദേവി സങ്കല്പമാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ടാണ് കേട്ടോ പ്രതിഷ്ഠ ഉള്ളത്. അതായത് ഇവിടെ മെയിൻ അമ്പലവും പിന്നെ തൊട്ടപ്പുറത്തും കൂടി ഭഗവതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ഇരിക്കുന്നത് മഴ കൊണ്ടിട്ടാട്ടോ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ബിംബോ അല്ലെങ്കിൽ ഒരു വൽക്കണ്ണാടിയോ അങ്ങനത്തെ ഒരു സങ്കല്പമൊന്നുമല്ല. ഇവിടെ ഒരു തറയാണ് കേട്ടോ. ആ തറയിൽ ഒരു 3 ചിത്രങ്ങളാണ്. അതിനെയാണ് 3 ഭഗവതിയുടെ ചിത്രങ്ങളാണ്. ആ ചിത്രത്തിനെയാണ് ആരാധിക്കണത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള അമ്മയ്ക്കാണ് നമ്മൾ ഈ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈറ്റില്ലത്തമ്മ എന്നാണ് കേട്ടോ ആ ഒരു ഭഗവതീനെ പറയപ്പെടുന്നത്. അപ്പോൾ ഈറ്റില്ലത്തമ്മയ്ക്കാണ് നമ്മൾ ഈ ഒരു വഴിപാടും കാര്യങ്ങളും മെയിനായിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെലിവറി പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈറ്റില്ലത്തമ്മേനെ മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ അമ്മ കൂടെ ഉണ്ട് എന്നാണ് പറയണത് കേട്ടോ.
അപ്പോൾ രണ്ട് സ്ഥലത്തും ഇതുപോലെ ഈ ഒരു പൂജയും കാര്യങ്ങളൊക്കെ രണ്ട് സ്ഥലത്തും ചെയ്യും കേട്ടോ. അതായത് മെയിനായിട്ടുള്ള പ്രതിഷ്ഠ അവിടെയും ചെയ്യും, അതേപോലെ തന്നെ ഇപ്പുറത്തെ ഈറ്റില്ലത്തമ്മയുടെ അടുത്തും ഈ ഒരു കാര്യം, ഈ ഒരു അരിയിടൽ ചടങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ അരിയും അതേപോലെ തന്നെ തേങ്ങയും എല്ലാം കൂടിയിട്ട് തിരുമേനി അങ്ങടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പൂജിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം മുട്ടറക്കാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുട്ടറത്തിട്ട് നമ്മളോട് പറയും എങ്ങനെയാണ് മുട്ടറത്ത് നല്ല രീതിക്കാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസവം നന്നായിട്ട് നടക്കുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ മുട്ടറുത്തപ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെയാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഭഗവതീനൊക്കെ പ്രാർത്ഥിച്ചിട്ട് രണ്ട് സ്ഥലത്തുനിന്നും പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരുമേനിയുടെ അനുഗ്രഹവും വാങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ധൃതിപ്പെടുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ, അച്ഛനും അതുപോലെ തന്നെ ആദ്യം. അവർക്ക് അത്ര ക്ഷമയും കാര്യങ്ങളൊന്നുമില്ല. തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം കേട്ടോ. ഇരുട്ടാവുകയാണ്, വേഗം പോവാം, നേരത്തെ എത്തിയില്ലെങ്കിൽ മഴയാവും, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര സ്പീഡിൽ നടക്കാൻ പറ്റില്ലല്ലോ, ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ അത്ര സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെയാണ് കേട്ടോ നടക്കണത്. പിന്നെ അമ്പലം കഴിഞ്ഞ് തൊഴുത് വരുമ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ ഈ ഒരു ടൈം ആണെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഹോട്ടലിൽ കയറാണ്ട് പോരില്ല കേട്ടോ. അപ്പം ഞാനൊന്നും കഴിക്കില്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് വരികയാണല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ കഴിക്കാൻ പോണത് മസാല ദോശയായിരിക്കും കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ ഗുരുവായൂർക്ക് പോകുമ്പോഴും ഒക്കെ ഈ ഒരു പതിവുണ്ട് കേട്ടോ. അത് പ്രത്യേകിച്ച് വൈകിട്ട് പോവുകയാണെങ്കിലാണ് ഇങ്ങനെയൊക്കെ കഴിക്കാറ്. അതല്ല രാവിലെയാണ് നമ്മൾ ഗുരുവായൂർക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മളതൊന്നും കഴിക്കില്ല കേട്ടോ. നേരെ ലൈൻ നിൽക്കും. അതേപോലെ നമ്മൾ തൊഴുത് പുറത്തേക്ക് കടന്ന് അസലായിട്ട് നമ്മൾ ഊണിന് ലൈൻ നിൽക്കും കേട്ടോ. എത്ര തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഊണിൽ ലൈൻ നിന്ന് അത് കഴിച്ചിട്ട് അവിടെ നിന്ന് വരാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയ കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു നമ്പ്യാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ കണ്ടപ്പോൾ, പടിഞ്ഞാറങ്ങാടിയിലൊരു ഹോട്ടലാട്ടോ. ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളിതാ ദോശയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കൊക്കെ മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യക്ക് പിന്നെ ഒരെണ്ണം പറഞ്ഞില്ല കേട്ടോ, അവ അങ്ങനെ കഴിക്കൊന്നുമില്ല. അപ്പോൾ അവനൊരു വടയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മൾ ചായയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 ലൈറ്റ് ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛന് മാത്രം ലൈറ്റല്ല, നമുക്കൊക്കെ ലൈറ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ചായയും കൂടിയും കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയും കയറാനൊന്നുമില്ല കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ടാണ് പോണത്. അപ്പത്തിന് തന്നെ സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിലെത്തുമ്പോഴത്തേന് നേരാവുമല്ലോ. എന്തോ ഒരു ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുപോലെ 8ാം മാസം സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുന്നേ ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.